ഹരിവരാസനം ചൊല്ലി ശബരിമല അയ്യപ്പൻ കിടന്നുറങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടാമ്പാരയായിട്ട് പോയിട്ട് ഇളക്കിയതല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോടുകൂടി അത് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘങ്ങളുമായിട്ട് ഗൂഢാലോചന നടത്തി അതിൻ്റെ ലോജിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്ത് അത് രാജ്യത്ത് നിന്ന് കടത്താനുള്ള മുഴുവൻ സംവിധാനങ്ങളും തയ്യാറാക്കിയതിനു ശേഷം ഉണ്ടാക്കിയതാണ് 2019 ഉത്തരവ്. ആ 2019 ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്ത് കയറ്റിയതും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ഉത്തരവിലേക്ക് വന്നതുമെല്ലാം CPM നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ്. അതിൽ തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ തന്ത്രി നിയമത്തെ നേരിടണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്തിനാ ഇത്രമാത്രം ബഹളം വെക്കേണ്ട കാര്യം? തന്ത്രി നിരപരാധിത്വം ഉണ്ടെങ്കിൽ നിരപരാധിത്വം തെളിഞ്ഞു വരട്ടെ. ഇത്രയും വലിയ കൊള്ളയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ചിട്ട് കൊടുക്കാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും? ഒരിക്കലുമില്ല. അന്വേഷിച്ചു വരട്ടെ. എന്തിനാ BJPയുടെ നേതാക്കന്മാർ അത്തരത്തിൽ ഒരു ശബരിമല അയ്യപ്പന്റെ കൊള്ളക്കേസിൽ എന്തിനാ ആ പ്രതിയുടെ വീട്ടിൽ പോകുന്നത്? അറസ്റ്റ് ചെയ്ത് കിടക്കുന്നവരുടെ വീട്ടിൽ പോകുന്നത് എന്തിനാ? എന്താ BJPയുടെ ലക്ഷ്യത്തിനകത്ത്? ഈ ക്ഷേത്രക്കൊള്ള തുടങ്ങിയപ്പോൾ മുതൽ ആ ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ചുള്ള തണുത്ത പ്രതികരണം BJPക്കെതിരെ കൂടി വിരൽ ചൂണ്ടുന്നതായിരുന്നു. BJP പലപ്പോഴും ഈ കേസ് വരുമ്പോൾ ഇത് അങ്ങ് തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞല്ലോ അതൊന്നും അല്ല വിഷയം എന്ന് പറഞ്ഞത്. അപ്പം ഇവരുടെ തണുത്ത പ്രതികരണത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തും ആവട്ടെ, ഒരാളെ ആ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ BJPയുടെ നേതാക്കന്മാർ വരിയായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത്? എന്തിനാ ശ്രീലേഖ മുതൽ രാജീവ് ചന്ദ്രശേഖർ മുതൽ എല്ലാവരും ഇതിനകത്ത് ഗൂഢാലോചന സംശയിക്കുന്നത്? അന്വേഷിക്കട്ടെ. പുറത്തു നിൽക്കുന്നവരല്ലോ. എന്നെയും അല്ലെങ്കിൽ ഹാഷ്മിയെയും പ്രതിയാക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം എനിക്ക് ശബരിമലയായിട്ട് എന്ത് ബന്ധം എന്നുള്ളത്. ശബരിമലയ്ക്കകത്ത് ദിവസവും ഉള്ള ആൾക്കാർ ഈ ഇതെല്ലാം നടത്തുമ്പോഴെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഈ ഇവർ വന്നിട്ട് ഇതിന്റെ അളവെടുത്തു എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ശബരിമല സന്നിധാനത്ത് വന്ന് ശ്രീകോവിൽ വന്ന് ഈ കട്ടിളപ്പാളി ഇളക്കി പുറത്തു കൊണ്ടുപോയി അവിടെ വെച്ച് അളവെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ശബരിമല തന്ത്രി അറിഞ്ഞില്ലേ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറിഞ്ഞില്ലേ? ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ അറിഞ്ഞില്ലേ? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അറിഞ്ഞില്ലേ? കമ്മീഷണർ അറിഞ്ഞില്ലേ? അപ്പൊ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കും.